തടാകത്തിന് കാളയുടെ മേൽക്കഴുത്ത് പോലുള്ള രൂപമായതിനാലാണ് ഈ പേരു വന്നത്. ഒരു നദി അതിന്റെ സ്വാഭാവിക ദിശയിൽ നിന്നും ഗതിമാറിയൊഴുകുമ്പോഴാണ് ഓക്സ്ബോ തടാകം രൂപം കൊള്ളുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ചാലക്കുടി പുഴ വൈന്തലയിൽ വെച്ച് അല്പദൂരം ഗതിമാറിയൊഴുകുന്നു. ഇവിടെയാണ് ഓക്സ്ബോ തടാകം. തടാകത്തിന്റെ ഇരു അറ്റങ്ങളും പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ സംരക്ഷണമോ ശ്രദ്ധയോ ഇല്ലാത്തതിനാൽ വൈന്തലയിലെ തടാകത്തിന്റെ അറ്റം പുഴയിൽ നിന്നും വേർപെട്ടു. സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്കെതിരെ പ്രദേശത്തെ കളിമൺ മാഫിയയുമെത്തി. കൊടും വരൾച്ചയിലും പ്രദേശത്തുകാരുടെ വറ്റാത്ത കുടിവെള്ള സ്രോതസ്സാണിത്. നാടും അതുപോലെ തന്നെ പ്രദേശങ്ങളും എല്ലാം വളരെ ശക്തമായിട്ടുള്ള വരൾച്ച നേരിടുമ്പോൾ പോലും ഈ തടാകത്തിലെ ജലസാന്നിധ്യം അത്യപൂർവമാണ്. പുഴയുടെ ഉത്ഭവത്തെക്കുറിച്ച് പോലും പഠിക്കാൻ സഹായിക്കുന്നതാണ് ഓക്സ്ബോ തടാകം. വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെയും കണ്ടലുകളുടെയും മേഖല കൂടിയാണിതെങ്കിലും ഇവിടം കാടുമൂടി നശിക്കുകയാണ്. 14 വർഷങ്ങൾക്ക് മുൻപേ ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായെങ്കിലും അവയെല്ലാം കളിമൺ ലോബി തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യ ബോർഡ് നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് അവഗണിക്കുകയും ചെയ്തു. ഇതോടെ ലോകത്തിലെ തന്നെ അപൂർവമായ പ്രകൃതി പ്രതിഭാസമാണിവിടെ അവഗണന നേരിട്ട് നശിക്കുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, തൃശൂർ.